അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഴയുണ്ട്. ഞാനിപ്പോൾ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അതായത് നമ്മുടെ മറ്റേ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഒരു ക്ലീനിങ് ടീമിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം മൊത്തത്തിലൊന്ന് നശിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ വേറെ കുറച്ച് പുതിയ തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഇന്നൊരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ കുടുംബത്തിൽ. ഞാൻ കുടുംബത്തിൽ എവിടെയും കല്യാണത്തിനൊന്നും പോകണില്ല. പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് കുറച്ച് ദിവസമായി സ്കൂളിലേക്കൊന്നും വിടുന്നില്ല, ഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വിടാനൊരു മടി. എന്തായാലും ഒരവസ്ഥ. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം. സ്റ്റൈലിനല്ല കേട്ടോ ഈ സാധനം ഇടുന്നത്. കണ്ണിലേക്ക് ഇങ്ങനെ ഈ വണ്ട് അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഒരച്ചടിയായിരിക്കും. ചിലപ്പോൾ ആക്സിഡൻറ്റ് വരെ സംഭവിക്കാവുന്ന ഭാഗ്യത്തിന് എന്തോ പിടിച്ച് ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തീരുമാനിച്ചതാണ്. ഞാൻ എന്തിന് എൻ്റെ കാര്യങ്ങൾ ചെയ്യാതെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് പിന്നെ ഒരു സൺഗ്ലാസ് എടുത്തതാണ്. ഓക്കെ, പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഭയങ്കര ക്ലോസ് റിലേറ്റീവിൻ്റെ കല്യാണമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പോവാതിരുന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഫാമിലിയിലൊരു കല്യാണം വന്നിട്ട്, പക്ഷേ ഇതിനെന്തോ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ വിഷമമൊക്കെ ആയിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചിക്ക് പോയില്ല, കെട്ടാൻ പോയില്ല. തമിഴ്നാട്ടിലേക്കായിരുന്നു കെട്ടാൻ പോകാനുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ റിസപ്ഷനെങ്കിലും അവർ വരണം എന്ന് പറഞ്ഞിട്ട് രാത്രി അവരൊക്കെ ഒരേ വിളിയായിരുന്നു. അവർക്കൊരേ വിഷമം. ഞങ്ങളുടെ ഇവിടുത്തെ ലാസ്റ്റത്തെ കല്യാണമല്ലേ, എന്താ വന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ റിസപ്ഷന് ശരി ഏതായാലും ഒന്ന് തല കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആയിട്ടാണ് പോണത്. ആ ദിവസം തന്നെയാണ് ക്ലീനിങ് ടീം വരാമെന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോഴേക്കും പിന്നെ ക്ലീനിങ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മേലെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി ഉടനെ താഴത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. മൊത്തത്തിൽ എല്ലാം കൂടെ അലമ്പായിട്ടുണ്ട് വീട്. നമ്മളൊരു 9 മാസത്തോളമായി തീരെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന വീടാണല്ലോ. പിന്നെ കുറേ ഡംപ് ചെയ്ത സാധനങ്ങളും ഉണ്ടായിരുന്നു. ഗോഡൗണായിട്ടായിരുന്നല്ലോ ഇത്രയും ദിവസം ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾതാമസം ഉണ്ട്, അതിൻ്റെ കൂടെ സാധനം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ 150-150ഓളം ഊഞ്ഞാലുകൾ ഞാൻ സ്റ്റോക്ക് എടുത്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ വേറെ ആളാണ് സെയിലിനിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഞാനല്ല. അങ്ങനെ അപ്പോൾ അതേ ഞാൻ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ടീമിൻ്റെ പേരെന്താണെന്നറിയോ? ഞാൻ എന്തിനാ ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ വിളിച്ചാൽ മതി. അത്രത്തോളം അടിപൊളിയായിട്ട് ഇവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. മാജിക് ഫെദർ ക്ലീനിങ് പ്രോ എന്നാണ് കേട്ടോ ഇവരുടെ ഈ ഒരു കമ്പനീൻ്റെ പേര്. ഇവരുടെ വൈഫാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം, ഡീപ്പ് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് പക്ഷേ ഒരു സമയം പറയാനോ അല്ലെങ്കിൽ എൻ്റെ പ്ലാനൊന്നും എനിക്ക് തന്നെ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ പുതിയ വീട് ക്ലീൻ ചെയ്യണോ അല്ല പഴയ വീട് ക്ലീൻ ചെയ്യണോ, ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നടക്കായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഇനിയും ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാകെ മൊത്തത്തിൽ ചാളാവും, നാശമാവും എന്നുള്ളത്. അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്തൊരു വീടാണല്ലോ. അപ്പോൾ നശിച്ചു പോകുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വേദന കേട്ടോ. നമ്മൾ ഈ അധ്വാനിച്ചവർക്കാണല്ലോ അത് നശിക്കുന്നത് കാണുമ്പോഴുള്ള വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വേഗം അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം നാളെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമ്മൾ മറ്റന്നാളത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതേ മുകളിലത്തെ ക്ലീനിങ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ മൊത്തത്തിൽ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ പ്രാവശ്യം എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ പുതിയ ബെഡ്റൂമിൻ്റെ അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ എല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കുമ്പോഴേക്കും എന്തായാലും രാത്രിയാവും. അത്രത്തോളം ഇവിടെ പണിയുണ്ട് കേട്ടോ. പിന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. അതാ ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. മുകളിലത്തെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ട് കുറച്ച് പിള്ളേർ താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇവർ വന്നിട്ട് വീടുകൾ, ഫ്ലാറ്റുകളൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യും. അതേപോലെ ഷോപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്ന് പറയില്ലേ, അതും ഡീപ്പ് ക്ലീൻ ചെയ്യും. പിന്നെ ഗ്ലാസ്, ACP ഷീറ്റ് കാര്യങ്ങളും ചെയ്യും. പിന്നെ പ്രഷർ വാഷ് ചെയ്യും, സ്റ്റീം വാഷ് ചെയ്യും. അപ്പോൾസറി, സോഫ, നമ്മുടെ ബെഡ് കാര്യങ്ങളൊക്കെ ഷാമ്പൂ ഇട്ടിട്ടൊക്കെ വാഷ് ചെയ്ത് തരും. പിന്നെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി തരും.
ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ വേറെ കാര്യം പറയാം. ഇത് നമ്മുടെ മുകളിൽ അപ്സ്റ്റെയറിലുള്ള കുറച്ച് ഷോപ്പുകളിട്ടതിൻ്റെ ബാലൻസും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു, മാറ്റിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എല്ലാം മാറ്റിപ്പിക്കും എന്നുള്ള ഒരു ഇതിൽ വന്നതായിരുന്നു. പിന്നെ ഇത് മുകളിലുള്ള കിച്ചണാണ്. അവിടെ വന്നിട്ട് താഴെയൊക്കെ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ടാണ് കേട്ടോ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഇത് മുകളിലുള്ളൊരു ബാത്റൂമാണ്. ഈ ബാത്റൂം ഒന്നും തീരെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ പ്രോബ്ലംസ് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് അപ്പുറത്ത് പിന്നെ എന്തോ ഒരു ജീവി അതിൻ്റെ മുകളിൽ കൂടെ വരുന്നുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ. അപ്പം അതിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവർ സ്റ്റീം വാഷ് ചെയ്യും, അപ്പോൾസറി അതൊക്കെ പറഞ്ഞു. സോളാർ പാനലൊക്കെ ഉണ്ടാവില്ല, അത് ക്ലീൻ ചെയ്ത് തരും. വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് തരും. ഇപ്പോൾ NRIസിൻ്റെ വീടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇവരെ വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ കോമ്പൗണ്ട് വാള്, ഇൻ്റർലോക്ക് വാഷ് ചെയ്ത് തരും. അതുപോലെ ഹോം തിയേറ്റർ, റൂം ക്ലീനിങ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതേ നമ്മുടെ കിച്ചണിൽ ഞാൻ കുറേ ഈ സാധനങ്ങളൊക്കെ എവിടെ പോയി എന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടേ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രോയർ തുറന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇത് നമ്മുടെ വർക്കിംഗ് കിച്ചണാണ്. അതും ക്ലീനാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നും എടുത്ത് പൊട്ടാതെ ഓരോന്നും സൂക്ഷിച്ച് നോക്കിയും കണ്ടാണ് അവർ ഓരോന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവർ ആസിഡ് വാഷ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ആസിഡ് വാഷ് ചെയ്താൽ നല്ലതായിരിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈല് ഇതിൻ്റെയൊക്കെ ആ ഒരു ഗ്ലോ ഒക്കെ പോയിട്ട് പിന്നീട് ആകെ നാശവും. കാണുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ലതുപോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു ഇത് കൊണ്ട് പിന്നീട് നമ്മുടെ വുഡിനും മറ്റേനും മറിച്ചതിനൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്നത്. എന്തായാലും പയ്യന്മാരൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്ര തന്നെ ക്ലീൻ ചെയ്താലും എന്തെങ്കിലുമൊക്കെ ജനലിലോ എവിടെയെങ്കിലും പൊടിയുണ്ടോ അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് മനുഷ്യസഹജമായിട്ടുള്ള തെറ്റുകൾ ചിലപ്പോൾ സംഭവിക്കുമല്ലോ. അപ്പോൾ 140+ പോയിന്റുകൾ അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് അവർ നമുക്ക് തരും. എല്ലാ ഭാഗത്തും അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എനിക്കെന്തായാലും ഇവരുടെ ക്ലീനിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിനിടയിൽ കൂടെ ഒന്ന് പോയിട്ട് വന്ന് പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കും ക്ലീനിങ് ഏതുവരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് കുറച്ച് നേരം പോയിരിക്കും, പിന്നെ ഇവിടെ വന്ന് നോക്കും. അങ്ങനെ ആയിട്ടായിരുന്നു അന്നത്തെ മൊത്തത്തിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കട്ടിൽ മൊത്തം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. പിന്നെ സൺസൈഡിൻ്റെ ഭാഗത്ത് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്തു. നമ്മുടെ ഹയാൻകുട്ടൻ പിന്നെ നല്ല ലാവിഷായിട്ട് മൊബൈൽ നോക്കിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മാറ്റി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിടാണ് കേട്ടോ. ഒരുപാട് വേസ്റ്റായിട്ട് നമുക്ക് ഉള്ള കുറേ പ്രൊഡക്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ എടുത്ത് മാറ്റി. പിന്നെ ഇവർ ഈ നിലത്തിലൊക്കെ നമ്മൾ വീട് ഇവിടെ പണിയുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ ഒക്കെ വീണിട്ടുണ്ടായിരുന്നില്ലേ, അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ചില ഭാഗത്തൊക്കെ പോവാത്തതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഓരോന്നും സ്ക്രബ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ക നമുക്കൊരു പുതിയ വീടായി കിട്ടണ പോലെ ശരിക്കും എനിക്ക് ആ ഒരു ഫീല് തോന്നി. ഓരോ റൂമും ഇങ്ങനെ ക്ലീനായിട്ട് വരുമ്പോൾ മനസ്സിലെന്തോ ഒരു സമാധാനം എന്നറിയോ. എപ്പോഴും നമ്മൾ ആ പുതിയ വീട്ടിലിരിക്കുന്ന സമയത്തും എനിക്ക് ഈ വീടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ തോന്നും. ഒരു എന്തെന്നെ നേടിക്കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ. കാരണം ഈ വീടിന് വേണ്ടി ഞാൻ അത്രയും എൻ്റെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇച്ചു ബേബീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ തീരെ വയ്യാനിട്ട് ആ ബേബി വന്ന് ഇറങ്ങി താഴേക്ക് ഈ പെൽവിക് ബോണിൽ വന്ന് കുത്തുന്ന പോലെ നിൽക്കുന്ന സമയത്തും എന്താ പറയുക ഒന്ന് കിടക്കാൻ പോലും പറ്റാതെ വീണ്ടും വന്ന് ഓരോ പണികൾ ചെയ്ത് ആ ലോൺ അടയ്ക്കാനും വേണ്ടി അത്രയും നമ്മൾ ബുദ്ധിമുട്ടി നമ്മുടേതാക്കിയെടുത്ത ആ ഒരു വീട് അയ്യോ നശിച്ചു പോവാണല്ലോ എന്നുള്ള ആ ഒരു വിഷമം ചില സമയങ്ങളിൽ എന്തായാലും ഇങ്ങനെ ഹോണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ തോന്നും എന്നായാലും എപ്പോഴായാലും നമ്മുടെ മക്കൾക്കുള്ളതാണല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ അതിനനുസരിച്ച് സ്ട്രഗിളും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഈ വീട് സെയിൽ ചെയ്തിട്ട് പുതിയ വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നി ഏതാണോ ഫസ്റ്റ് സെല്ലാവുന്നത് അത് ഒഴിവാക്കി ബാക്കി സമാധാനത്തോടെ കടവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയെന്ന് അങ്ങനെ വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഏതാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും അറിയില്ല. നമ്മുടെ വീട്
മൊത്തത്തിൽ വർക്ക് ഏരിയൻ്റെ ഭാഗവും ഹാളും കിച്ചണും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവർ ഡീപ്പ് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഓരോ ഡോറും ആ പൊടിയും കാര്യങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കി ഗ്ലാസും എല്ലാം വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിലാകെ കുടുങ്ങിപ്പോവും. എന്തായാലും കടങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടിരിക്കാമെന്നാണ് വിചാരിച്ചത്. നടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ക്ലീനിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. നമ്മുടെ അവിടെ ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ട്. ഗസ്റ്റിനെ സ്വീകരിച്ചിട്ട് വരാം. പാവം പൂച്ച. അയ്യോ എനിക്ക് പേടിയാവും. ഈ വാലിൽ തൊണ്ട വരുമ്പോഴേക്കും ചെയ്യോ? നല്ല വിശപ്പുണ്ട് തോന്നുന്നു അല്ലേ? ഈ പൂച്ച രാവിലെ നേരത്തെ നമ്മളെയും തേടി ഇങ്ങനെ വിശന്നിട്ട് വന്നതാ തോന്നുന്നു. എവിടെ നിന്നൊന്നും കിട്ടാതെ കേട്ടോ. എന്തോ എന്നെ തേടി വന്ന പോലെ എനിക്ക് തോന്നി ഇതിനെ കണ്ട സമയത്ത്. കുറേ കാലം മുമ്പ് എൻ്റെ ഉപ്പുള്ള സമയത്ത് എപ്പോഴും 2 പാക്കറ്റ് പാല് ഉപ്പ പൂച്ചയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ട് വരും. എന്നിട്ട് ഡെയിലി രാവിലെയും വൈകുന്നേരം അവിടെ ഉപ്പാനെയും കാത്ത് നിൽക്കുന്ന പൂച്ച ഉണ്ടാവും. അതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കണ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൂച്ച വന്ന സമയത്ത് എനിക്ക് ശരിക്കും ആ ഒരു ഓർമ്മയാണ് കേട്ടോ വന്നത്. എന്തോ ഒരു സന്തോഷം തോന്നി. അതിൻ്റെ വിശപ്പ് മാറ്റാനും വേണ്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് എനിക്ക് ഈ ഒരു പാല് കൊടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഡെയിലി ഇവിടെ ഉണ്ടാവും തോന്നുന്നു. രാവിലെ തന്നെ മീനോ? സ്ട്രെച്ചൊക്കെ ചെയ്യുന്നു. അതിന് വയറ് നിറഞ്ഞോ? എന്ത് പൂച്ചന്റെ കുട്ടികളെ കൊണ്ടുപോവാ? കുടുംബമായിട്ട് ഇവിടെ സെറ്റിൽഡ് ആവാനാ? അതല്ല, പൂച്ചന്റെ കുട്ടികളും വളരെ ഇഷ്ടമാണ്. ചിച്ചുക്ക് ഡിമ്പിൾ ഉണ്ടല്ലോ. ചിരിക്കുമ്പോ ചിരിക്കി. ടാറ്റാ. ഇനി നാളെ കാണാട്ടോ. നാളെ വരുമോ? പൂച്ചന്റെ കൂടെ കളിക്കാൻ പോട്ടെ. ഞാൻ വെറുതെ പുറത്തിറങ്ങണുള്ളൂ. നമുക്ക് കാവല് നിക്കണ പോലെ നിക്കണ നോക്ക്. കുറച്ച് പാല് കൊടുത്തതിന് തന്നെ അതിന് എന്തൊരു സ്നേഹാന്നറിയോ? മീൻ ഉച്ചക്ക് കൊടുക്കാം. എന്താണ് ഇപ്പൊ എന്താ കൊടുത്ത നമ്മള്? പാല്. അതെന്താണ് ഇപ്പൊ പറഞ്ഞു? ബ്രേക്ക്ഫാസ്റ്റ്. ഇനി എന്താ കൊടുക്കണ്ട്? എന്താ ലഞ്ചിന് കൊടുക്കണ്? ഡിന്നറിനോ? ശരി, ഓക്കെ, ഡൺ. പൂച്ചന്റെ മെനു സെറ്റ് ആയിട്ടുണ്ട്. ഓയ്, ഇവിടെയൊക്കെ നിന്നോട്ടാ, വിശക്കുമ്പോ വന്നാ മതി. ഇനി കുട്ടികളെ മാന്തരുത്. സ്ട്രെച്ച് ചെയ്യാണ് ആള് ജിമ്മനാണ് തോന്നുന്നു. പരിസരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്, എന്തെങ്കിലും ഉണ്ടോ കുട്ടികളെ ഉപദ്രവിക്കുന്നത്. ആ താടി ഉണ്ടില്ലേ, എനിക്ക് അതിനെ കാണുമ്പോ തന്നെ ഒരു എന്തോ മരിയുണ്ട്. മുത്തശ്ശന്റെ മരിയുണ്ട്. മുത്തശ്ശന് താടിയല്ല, മറ്റേ ഈ വൈറ്റ്. ആ, അത് കാണുമ്പോ എന്തുപോലെ ഉണ്ട്. മുത്തശ്ശനോ? മുത്തശ്ശനല്ല, മുത്തശ്ശൻ. മുത്തശ്ശൻ പോയോ?
ആ ചെടി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പൂച്ച നമ്മുടെ ചുച്ചുവിന് മുത്തശ്ശനാണ്. അല്ല പിന്നെ മുത്തശ്ശൻ. എനിക്ക് അപ്പം ഞാനില്ലേ ഒരു സ്ഥലത്തേക്ക് പോവാണ്. മലപ്പുറത്ത് എന്തിന്? ജോലി ചെയ്യാൻ. ജോലി ചെയ്യാനോ? അല്ല. ഇന്ന് ജോലി അല്ലല്ലോ, ഇന്നൊരു ക്ലാസ് ആണ് പറഞ്ഞില്ലേ. ക്ലാസ്സാ? അപ്പം ശരി. ബൈ.